ആദ്യം ഞാൻ ശ്രീ എം ജയേന്ദ്രയിലേക്ക് പോകുന്നു. ശ്രീ ജയേന്ദ്രൻ, ഇന്നിപ്പോൾ ഡി രാജയുടെ പ്രതികരണം വന്നിരിക്കുന്നു. പിണറായി വിജയൻ ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നത്. ആ പ്രതികരണം ഏത് ഘട്ടത്തിലാണ് വന്നതെന്നും അങ്ങേക്കറിയാം. അപ്പോൾ CPI ഇക്കാര്യത്തിൽ കടുപ്പിക്കുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നതേ ഇല്ല സ്മൃതി. ഇത് ഡി രാജ ഇന്ന് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു വാക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹി മസ്റ്റ് ബി മോർ അക്കമഡേറ്റീവ് ടു അലൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹീ എന്ന് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെ തന്നെ. ഹി മസ്റ്റ് ബി മോർ അക്കമഡേറ്റീവ് ടു അലൈസ്. അതാണ് ഡി രാജ നിലപാട് വ്യക്തമാക്കുന്നത്. അത് അടഞ്ഞ അധ്യായമേ അല്ല ഈ പ്രശ്നം. ഇതൊരു വളരെ ശക്തമായൊരു വിയോജിപ്പ് ഘടകകക്ഷിയായ, പ്രത്യേകിച്ച് LDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI ഉന്നയിച്ചിരിക്കുന്നു. ശക്തമായ വിയോജിപ്പ് തന്നെയാണ്. അപ്പോൾ CPM പറയുന്നത് കൺവെൻഷൻ ഇങ്ങനെയാണ്, LOP ആയിട്ട് CPIM വരികയാണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി LOPയും CPIM തന്നെയാണ്. അത് കൺവെൻഷനാണ്, കീഴ്വഴക്കമാണ് എന്ന് പറയുന്നു. അപ്പോൾ കൺവെൻഷനുകൾ എന്നും ഒരേപോലെ ഒരേ പാറ്റേണിൽ നിർത്തേണ്ടതല്ല, അതിന് കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം എന്ന് CPI പറയുകയാണ്. ആ തർക്കമാണ് ഒരു തർക്കമായിട്ട് തന്നെ രൂപപ്പെടുകയും അത് കടുത്ത ഭിന്നതകളിലേക്കൊക്കെ നീങ്ങുന്നുവെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തെങ്കിലും ഇന്ന് ഡി രാജയുടെ ഈ പരാമർശത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സന്നദ്ധമാണ് രണ്ട് കക്ഷികളും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയേണ്ട സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയുന്ന ഒരു മടിയും കാണിക്കാത്ത ആളാണ് ഡി രാജ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരിച്ച് പിണറായി വിജയനും അങ്ങനെ തന്നെയാണ്. പറയേണ്ട സന്ദർഭങ്ങളിൽ മൂർച്ചയേറിയ പദങ്ങൾ ഉപയോഗിച്ച് തന്നെ പറയുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ 22ാമത്തെ പദപ്രയോഗവും അങ്ങനെ മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇത് അപരിഹാര്യമായ ഒരു പ്രശ്നമല്ല. രൂക്ഷമായ വിയോജിപ്പ് CPI ഉന്നയിച്ചിട്ടുണ്ട്. ആ വിയോജിപ്പ് രാഷ്ട്രീയ തലത്തിൽ തന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് കഴിഞ്ഞ 17-ാം തീയതിയാണ് 3 മാസത്തിന് ശേഷം LDF യോഗം ചേർന്നത്. ആ യോഗം ചേർന്നപ്പോൾ CPI ഈ വിഷയം ഉന്നയിച്ചില്ല. ഈ ഒരു തർക്കം അവർ അജണ്ടയിലേക്ക് വെച്ചതുപോലുമില്ല, ആരും ഉന്നയിക്കാൻ ശ്രമിച്ചതുമില്ല. അതിനു പകരം സംസ്ഥാന സർക്കാരിനെതിരെ കൂട്ടായിട്ട് LDFിൻ്റെ സമരം എങ്ങനെയാണ് പുതിയ സമരമുഖങ്ങൾ തുറക്കേണ്ടത് എന്നാലോചിക്കുക, അത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. CPI നേതാക്കൾ തന്നെ പിന്നീട് പറഞ്ഞു, മുന്നണി യോഗത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഉഭയകക്ഷി തലത്തിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് CPIക്ക് താല്പര്യം. CPIഎമ്മും അതിനോട് ആ യോജിപ്പ് കാണിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് അവരത് പിന്നീട് കണ്ടതും, രണ്ട് കക്ഷികളും കണ്ടതും. പിന്നീടാണ് ആദ്യം ഗോവിന്ദൻ മാഷും പിന്നീട് പിണറായിയും അറുത്തുമുറിച്ച് പറയുന്നത് ഇല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോഴാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം വേറെ രൂപത്തിൽ ഉണ്ടാവുന്നത്. അപക്വമായ പ്രതികരണമാണ്, അകാലികമാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നത്. അതിനുശേഷമാണ് ഇന്ന് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറും എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു പ്രതികരണം രാജയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അത് ആ നിലയിൽ തന്നെ മുമ്പോട്ട് പോയാൽ ഇത് പരിഹരിക്കാൻ കഴിയും. എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് ഞാൻ ചർച്ചയിൽ പറയാം എന്താണെന്നുള്ളത്. ഏത് തരത്തിലാണ് അവരതിനെ സംബന്ധിച്ച് കാണുന്നത്, എങ്ങനെയാണ് ഒരു സാധ്യത തെളിഞ്ഞു വരുന്നതൊക്കെയുള്ള നമുക്ക് തുടർന്നുള്ള ഘട്ടങ്ങൾ ചർച്ച ചെയ്യാമല്ലോ ഈ ചർച്ചയിൽ തന്നെ. അതപ്പോൾ പറയുകയും ചെയ്യാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.